Hi friends, welcome back to your channel. ഹലോ, ഞങ്ങൾ ഇപ്പോൾ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഇത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ എന്താ പറയുക, കടപ്പുറത്ത് എടുത്ത് വെച്ചേക്കണ മൂന്നാർ എന്നാണ് പുള്ളി പറഞ്ഞത്. ശരിക്കും അതുപോലത്തെ ഒരു ഫീലുണ്ട്. നമ്മുടെ കുറേ മലയൊക്കെയുള്ള ഒരു ഹില്ലി ഏരിയ പോലെ ഫീലും ചെയ്യും. എന്നാൽ ഒരു ബീച്ച് സൈഡുമാണ് സംഭവം. ഇത് പോർട്ട് ഓഫ് കോട്ടൂറാണ്. ഇവിടുന്ന് ബോട്ട് ടൂറുകളുണ്ട്. അത് 3 hours ഉണ്ട്, ഒരു ഡേ മൊത്തമുള്ളുണ്ട്, പിന്നെ 1 മണിക്കൂറിനുണ്ട്, 2 മണിക്കൂറിനുണ്ട്. പക്ഷെ കൂടുതലും സ്പീഡ് ബോട്ടുകളാണ്. അങ്ങനെ സ്പീഡ് ബോട്ടുകളായത് കാരണം ആ പിള്ളേരുള്ളപ്പോൾ ഞങ്ങൾ എടുത്തേക്കണം 1.5 മണിക്കൂറിൻ്റെ ഒരു ട്രിപ്പാണ്, ചെറിയൊരു ട്രിപ്പാണ്. ബ്ലൂ കേവ് പോവാത്തൊരു സംഭവമാണ്. ഞങ്ങളുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കേവ്, അവർ ലേഡി ഓഫ് റോക്സ്, പിന്നെ പെരാസ്റ്റ് ടൗണ്, പിന്നെ എന്തായിരുന്നു ബേ ഓഫ് കോട്ടൂർ, അങ്ങനെ പല സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവർ ലേഡി ഓഫ് റോക്സ്, പെരാസ്റ്റ്, പിന്നെ ബേ ഓഫ് കോട്ടൂർ പോകുന്നത്. നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബോട്ട് കേട്ടോ. നമ്മുടെ ഗൈഡ് വന്നിട്ട് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നേ. നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടത്. നമ്മളിപ്പോൾ ഉള്ളത് അവർ ലേഡി ഓഫ് റോക്സ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ്, മാൻമെയ്ഡ് ഐലൻഡ്. അപ്പോൾ ഇവിടെ നമുക്കത് അപ്പുറത്ത് കാണുന്ന ഒരു ഐലൻഡ് ഉണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് അത് 12th century ഉണ്ടായിരുന്നു. ആ കാണുന്ന ടൗണാണ് പെരാസ്റ്റ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൗണിൻ്റെ ഈ നോബിളായിട്ടുള്ള ആൾക്കാർ, അതായത് വളരെ പ്രശസ്തരായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ അന്നത്തെ ഇവരൊക്കെ സെമിട്രി പോലെ അവിടെ അടക്കിക്കൊണ്ടിരുന്ന ആ സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം പിന്നെ ഈ കോട്ടൂർന്ന് ഈ മുക്കോന്മാരപ്പോൾ അവരിങ്ങനെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് ഈ വഞ്ചിയിലൊക്കെ വന്ന സമയത്ത് 15th century ഇവിടുത്തെ ഒരു പാറയിൽ, ഇതിനിടയിൽ ഒരു പാറയുടെ പൊക്കത്തു നിന്ന് അവർക്ക് മദർ മേരി, ജീസസിൻ്റെ അമ്മയുടെ ഒരു ഇത് കിട്ടി, പ്രതിമയോ ഫോട്ടോ എന്തോ കിട്ടിയെന്ന്. അപ്പോൾ അതവർക്ക് ഭയങ്കര മിറക്കിളായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് അവർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഒരു പാറ കൊണ്ട വയ്ക്കും. അപ്പോൾ അവർക്ക് ലക്കുണ്ടാകും, മീൻ കിട്ടും എന്നുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കൊണ്ട വച്ച് 200 വർഷം കൊണ്ടിട്ട് ഇതുപോലത്തെ ഒരു ഐലൻഡ് രൂപപ്പെട്ടു എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വർക്കുകളൊക്കെ തീർന്ന് അവരോട് ഒരു മൊണാസ്ട്രി, ഒരു പള്ളി കെട്ടി, അത് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത് പുള്ളി പറഞ്ഞ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പാറ ഇട്ടിട്ട് ബാക്കി അങ്ങോട്ട് മൊത്തം ആകാം. ഈ നടുക്ക് മാത്രം ഫുള്ളിങ്ങനെ കല്ലിട്ടിട്ട് പൊക്കി വന്നേക്കണം. നമുക്ക് സൈഡ് നോക്കി നമുക്ക് കാണാൻ പറ്റും പാറ. ടോട്ടൽ വ്യൂ ഭയങ്കര രസമാണ്. അതായത് കോട്ടൂർ ലാസ്റ്റ് അതായത് ടൗണാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും മലനിരകളൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ ഈ അഡ്രിയാറ്റിക് കടൽ ബേ ഓഫ് വളരെ നല്ല
നല്ല ഭംഗിയുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. അതിപ്പോ തന്നെ ആൾക്കാരുണ്ട്. സീസൺ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. അരളി മാതിരി ഇരിക്കും. ശരിയാ. പൊക്കത്തേക്ക് കയറണേ. നമ്മളിപ്പോ ഉള്ളത് പെരാസ്റ്റിലാണ്. നമ്മളെ ബോട്ടിൽ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി വിടും. എന്നിട്ട് 20 മിനിറ്റ്സ് നമുക്ക് ടൈം തരും. ബ്ലോക്കിൽ കൂടെ ഒക്കെ നടക്കാം, ഷൂട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ നന്നായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം അവിടെ അടുത്ത് നമുക്കൊരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെന്ന് അതിരിക്കുട്ടനായിട്ട് കുറച്ചു നേരം കളിച്ചു. നമ്മള് ബോട്ടിൽ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഓൾഡ് ടൗണിൻ്റെ അതിൽ കൂടെ നടക്കാൻ വിചാരിച്ച് പോവാണ്. ഒരു കഫേയിൽ വന്നിട്ട് നമ്മളങ്ങനെ അവിടെ ഒരു എന്താ ഡ്രിങ്ക്, ചേട്ടനൊരു മോക്ക മേടിച്ചു, ഞാനൊരു ബനാന ഐസ്ക്രീം മേടിച്ചു. അതിരിക്കൂടെ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ സീ ഗേറ്റ് എന്ന് പറയുന്ന ഒരു മറൈൻ ഗേറ്റ് എന്ന് പറഞ്ഞൊരു എൻഡാണ് കോട്ടർ സിറ്റിയുടെ. നമ്മളെ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് കയറി വരണം. പുറത്തുനിന്നാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് കയറി വരണം. ഇവിടെ നമുക്ക് കാണാം. അത് കണ്ടേ, ഇതൊരു ഗവർണർ, ഭയങ്കര 16th to 18th സെഞ്ചുറി ഗവർണറിൻ്റെ ഒരു പാലസ് ആയിരുന്നത്. പിന്നെ അത് ഇവിടെ കണ്ടില്ലേ, ഇത് ഒരു സിറ്റി ഗാർഡ് ടവർ ആയിരുന്നു. ഇവിടെ പട്ടാളത്തിൻ്റെ ഒക്കെ എന്തോ ഇതുള്ളായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവർ. 1602 നമുക്ക് ഇവിടെ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പഴക്കം ചെന്നൊരു സ്ട്രീറ്റാണിത്. എനിക്കൊന്ന് ഇറ്റാലിയൻസൊക്കെ ഇവിടെ റൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഓൾഡ് ടൗൺ സിറ്റി കോട്ടൂർ. പൂച്ചകളുടെ സ്ട്രീറ്റ് ആണെന്നും പറയുന്നത്. നമുക്ക് എവിടെ നോക്കിയാലും ഇവിടെ പൂച്ചകളെ കാണാം. ഇപ്പൊ നമ്മൾ തന്നെ എത്ര 3 കണ്ടില്ല. ക്യാറ്റ് മ്യൂസിയം ഒക്കെ ഉണ്ട് ഇവിടെ. ഉണ്ട് നോക്കിയെടുക്കണം. പൂച്ചകളെ വലിയ താല്പര്യം. ഫാമിലി പാലസ് ആണ്. ഐസ് കണ്ട ഒരു പൂച്ച. ഇങ്ങനെ കുറെ പൂച്ചകളുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പീരങ്കിയുടെ അകത്താണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.